ഇത് അവിടെയുള്ള ഒരു എസ് പി ഉണ്ട്, ജില്ലാ എസ് പി. ആ ജില്ലാ എസ് പിയുടെ മുകളിൽ DIG ഉണ്ട്, IG ഉണ്ട്, ADGP ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു DGP ഉണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരിൽ ആർക്കെങ്കിലും സാമാന്യം ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നിയമത്തോട് ബഹുമാനം ഉണ്ടെങ്കിൽ, നീതിയോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഇതിൽ ഞാൻ കുറ്റം പറയുക ഇത്ര പേരെയാണ്. താഴെയുള്ള ഓഫീസർമാരെ ഞാൻ അധികം പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന IPS കിട്ടി എല്ലാ സൗകര്യത്തോടുകൂടി അവന്മാര് എല്ലാ പ്രഷറും റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് IPS വന്നിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ നിലത്ത് കിടന്ന് കാല് നക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മാഭിമാനമുള്ള ഒരു IPS ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണം പോകില്ല, അന്വേഷണം നന്നായിട്ട് നടക്കും. അതുണ്ടോ ഇല്ലെന്ന് എനിക്ക് അന്വേഷണം നടക്കുന്നോ ഇല്ലെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷെ പൊതുവായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് എല്ലാം വളരെ ഇൻസഫിഷ്യന്റ് ആണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ആ കുട്ടിക്ക് ഇത്ര ഭീകരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുമ്പോൾ ആ മർദ്ദനത്തിന്റെ കാര്യത്തിൽ തന്നെ ഉണ്ടാകുന്ന സെക്ഷൻസ് എല്ലാം നോൺ വെയറബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന SP മുതൽ മുകളിലോട്ടുള്ള IPS ഭീകരന്മാര് അവിടെ ഇവരുടെ പോലീസായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്, ഇവരുടെ ഒരു ആയുധമായിട്ട് വർക്ക് ചെയ്യുന്നു. അവര് SFIക്കാരെക്കാളും താഴ്ന്ന നിലയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ജോലി ചെയ്തൊരു സർവീസാണ്. ഇതിലൊന്നും ആരുടെയും കാല് പിടിക്കേണ്ട ഇത്രമാത്രം കാല് നക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിയമം പാലിക്കലാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തൊഴിൽ. ആ നിയമം പാലിക്കാനായിട്ട് ഇവരെ തയ്യാറാകണം. അതിനുള്ള ആത്മാഭിമാനമുള്ള IPSകാരൻ ഉണ്ടാകണം. എന്തുകൊണ്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കാണുന്നത്, ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പായിട്ട് കാല് നക്കാനായിട്ട് തുടങ്ങുന്ന കുറെ IPSകാരുണ്ട്. അവരാണ് ഈ പോലീസിന്റെ ശാപം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി നിങ്ങൾ മാധ്യമങ്ങൾ ഓരോരുത്തരായിട്ട് പുറത്തെടുത്ത് അവനെ പറ്റി ശരിയായിട്ട് കൊടുക്കണം. ഇതിന് എന്താണ് ചെയ്തതെന്ന്, അയാളുടെ ഡ്യൂട്ടി എന്തെങ്കിലും ചെയ്തോ? ഞാനൊരു മുൻ DGP എന്ന നിലയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ഓഫീസർക്കും ഈ കാര്യത്തില് ഇത്തരം കാര്യങ്ങളിൽ ഒരാളുടെയും പ്രഷറിന് വീഴേണ്ട ആവശ്യമില്ല. വളരെ സത്യസന്ധമായിട്ട് നേരെ പോ എന്ന നിലയിൽ കേസന്വേഷണം നടത്തേണ്ടതാണ്. ആ അന്വേഷണം നടത്താൻ സാധ്യമാകാത്ത ഓഫീസർമാരാണെങ്കിൽ അവരെല്ലാം ഈ ജോലിക്കല്ല നിൽക്കേണ്ടത്. ആ മറ്റു ജോലികളുടെ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കാലിനക്കൽ അവസാനിപ്പിച്ച് ആത്മാഭിമാനം കാണിക്കുക, അത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. ശ്രീ സെൻകുമാർ, ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ പോലീസും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് പോലും ഇതൊരു കൊലപാതകത്തിന് പോലും ഒരു കേസ് എടുത്തിട്ടില്ല. ഒപ്പം പ്രവർത്തകർ, ഈ SFI പ്രവർത്തകർ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളികൾ, ക്രിമിനലുകൾ പലരും ഇപ്പോഴും പുറത്താണ്. ഇവരെ കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല പോലീസിന്. കൊലപാതകമാണോ എന്നുള്ളത് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബാക്കിയെല്ലാം വെച്ച് തീരുമാനിക്കട്ടെ. പക്ഷെ അല്ലാതെ തന്നെ നോൺ ബെയിലബിൾ ഒഫൻസസ് ആണ് ഉണ്ടാകേണ്ടത്. പിന്നെ എങ്ങനെയാണ് ബെയിലബിൾ ഒഫൻസസ് ഇട്ട് കേസെടുക്കുന്നത്? മാത്രമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ പറയുന്നത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായ ഡീനും അവിടെയുള്ള വാർഡനും അവരെല്ലാം കൂടി പ്രതികളാകേണ്ടതാണ്. അവരെല്ലാം പ്രതികളാകാത്തത്. ഡീനൊക്കെ പിന്നെ എന്തിനാണ് അവിടെ ഡീനായിട്ടിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥന്മാരാണ്. അവർ മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ. അവരുടെ പേരിൽ നടപടി പ്രോപ്പറായിട്ട് ഉണ്ടാകുന്ന വിധത്തിൽ ഒന്നുകിൽ ഹൈക്കോടതിയിലോ മറ്റോ ഇവരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഇവരാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവരെന്തുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് കാണിക്കണം. അവർ എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ളത് നോക്കണം. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? SP എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു? DIG എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു? IG എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു? ADGP എന്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു? ഈ കേസിൽ ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. എന്നിട്ട് അവരുടെ പേരിൽ നടപടി എടുക്കണം. എവിടെയാണ് പറയുന്നത് IPSകാർ ഇങ്ങനെ മുട്ടയിലെറിഞ്ഞും കന്നു കിടന്നും ജോലി ചെയ്യണമെന്ന്? അതാണ് പറയുന്നത്. ഈ കേസിന് പിന്നിൽ SFI പ്രവർത്തകരാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇന്നലെ കൽപ്പറ്റ DYSP പറഞ്ഞത് ഇവർ SFI പ്രവർത്തകരാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, അത്തരത്തിലേക്കുള്ളൊന്നും തന്നെ കടക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അത് തിരുത്തി പറയുകയുമുണ്ടായി. കാരണം SFI പ്രവർത്തകരാണ് സംഭവങ്ങൾ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നതെങ്കിൽ പോലീസിന് പേടിയാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ. അതാണ് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള ഒരു IPS ഇല്ലാത്തതുകൊണ്ടല്ലേ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനൊക്കെ എന്തിനാ IPS ഇരിക്കുന്നത്? വീട്ടിൽ പോയിട്ടിരിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ TP സെൻകുമാർ പ്രതികരിച്ചേ.